ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് ഒക്ടോബർ 29, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സിന്റെ എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കറണ്ട് അഫേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കഴിഞ്ഞ ആഴ്ചയിൽ ഡൗൺലോഡ് ചെയ്യാം. ഇന്ന് ടോട്ടൽ 6 ഹെഡിങ്സ്, അതുമായി ബന്ധപ്പെട്ട് 25 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്യാപിറ്റൽ ഡിസ്ട്രിക്ട് ചാമ്പ്യൻസ് അറ്റ് ദി സ്പോർട്സ് മീറ്റ്. കായികമേളയിൽ തലസ്ഥാന ജില്ല ചാമ്പ്യന്മാരായി. ഇന്നലെയായിരുന്നു കേരള സ്റ്റേറ്റ് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചത്. ഏത് ജില്ലയാണ് ഏറ്റവും ടോപ്പ് ലെവലിൽ 2-3 സ്ഥാനങ്ങൾ നേടിയിട്ടുള്ള ജില്ല ഏതാണ്? ഏത് സ്കൂൾ ആണ് കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ളത്? നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇന്നലെ 2025 ഒക്ടോബർ 28 കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് അവസാനിച്ചത്. ഇതിൽ 1825 പോയിന്റുമായി തിരുവനന്തപുരം ഏറ്റവും ടോപ്പ് ലെവൽ വന്നു. തിരുവനന്തപുരമാണ് കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഓവറോൾ ചാമ്പ്യൻ എന്ന ആ ഒരു കിരീടമാണ് 182 പോയിന്റ് എന്ന ആ പോയിന്റ് കൊണ്ട് നേടിയിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്ത് തൃശൂർ ആണ്. വളരെ അകലമാണ്, അതായത് 892 പോയിന്റ്സ് ആണ് തൃശൂർ നേടിയിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്താണ് കണ്ണൂർ, 859 പോയിന്റ്സ്. അപ്പോൾ തിരുവനന്തപുരമാണ് വളരെ നല്ലൊരു പോയിന്റ്സ്, അതായത് 1825 പോയിന്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു പോയിന്റ്സ് ആണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസിൽ അത്ലറ്റിക്സിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള ടീം മലപ്പുറമാണ്, 247 പോയിന്റ്സ്. തിരുവനന്തപുരം, തൃശൂർ, കണ്ണൂർ എന്നിവയെല്ലാം ടോട്ടൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ആണ് നേടിയെങ്കിൽ അത്ലറ്റിക്സിൽ പോയിന്റ് നേടിയിട്ടുള്ള ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിട്ടുള്ള ജില്ലയാണ് മലപ്പുറം. കൂടാതെ 78 പോയിന്റ്സുമായി മലപ്പുറത്തെ HSS കടശ്ശേരിയാണ് ബെസ്റ്റ് സ്കൂൾ ടൈറ്റിൽ എന്ന കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. ബെസ്റ്റ് സ്കൂൾ ടൈറ്റിൽ എന്ന കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് മലപ്പുറത്ത് 78 പോയിന്റുമായിട്ട് HSS കടശ്ശേരി. ഈ ഒരു ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് കപ്പ്, ചീഫ് മിനിസ്റ്റർ ഗോൾഡ് കപ്പ് നേടിയിട്ടുള്ളത് തിരുവനന്തപുരമാണ്. ആദ്യമായിട്ടാണ് ഈ വർഷം മുതൽ ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. 117.5 പവൻ അടങ്ങുന്ന ഒരു ഗോൾഡ് കപ്പ് ആണ് തിരുവനന്തപുരം ജില്ല നേടിയിട്ടുള്ളത്. ചീഫ് മിനിസ്റ്റേഴ്സ് ഗോൾഡ് കപ്പ്. ഏറ്റവും ടോപ്പ് ലെവലിൽ തിരുവനന്തപുരം, സെക്കൻഡ് തൃശൂർ, മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ. അത്ലറ്റിക്സിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ മലപ്പുറം. ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ടൈറ്റിൽ എന്ന കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് മലപ്പുറത്തെ കടശ്ശേരിയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ആണ്. ചീഫ് മിനിസ്റ്റർ പ്രസിഡന്റ് ദേശാഭിമാനി ലിറ്റററി അവാർഡ് ടു ക്രിട്ടിക് M. ലീലാവതി. നിരൂപക M. ലീലാവതിക്ക് മുഖ്യമന്ത്രി ദേശാഭിമാനി സാഹിത്യ അവാർഡ് സമ്മാനിച്ചു. കഴിഞ്ഞ ദിവസം 28 ദേശാഭിമാനി ലിറ്റററി അവാർഡ് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ നൽകിയിട്ടുള്ളത്. M. ലീലാവതിക്കാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതായത് മലയാളത്തിലെ എഴുത്തുകാരിയും സാഹിത്യ നിരൂപകനും വിദ്യാഭ്യാസ പ്രവർത്തകയുമായിട്ടുള്ള M. ലീലാവതിക്കാണ് 2025 ദേശാഭിമാനി ലിറ്റററി അവാർഡ്, സാഹിത്യ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 3 ലക്ഷം രൂപയാണ് ഇതിന്റെ ക്യാഷ് അവാർഡ്. എഴുത്തുകാരിയായിട്ടുള്ള M. ലീലാവതി തലശ്ശേരിയിലുള്ള ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു. ആദ്യമായിട്ട് അവാർഡ് നേടിയിട്ടുള്ളത് 1979 ഓടക്കുഴൽ അവാർഡ് ആണ് ആദ്യമായിട്ട് M. ലീലാവതിക്ക് ലഭിച്ചിട്ടുള്ളത് 1979. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ദേശാഭിമാനി സാഹിത്യ അവാർഡ് ആണ് ലഭിച്ചിട്ടുള്ളത്. ഈ അവാർഡ് നൽകിയിട്ടുള്ളത് ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ആണ്. 3 lakhs ആണ് ഇതിന്റെ അവാർഡ് തുക. വിജിലൻസ് അവയർനെസ് വീക്ക് 2025 ബിഗിൻസ് നേഷൻ വൈഡ്. 2025 ജാഗ്രത അവബോധ വാരം രാജ്യവ്യാപകമായി ആരംഭിച്ചു. എല്ലാ വർഷം ഒക്ടോബർ ലാസ്റ്റ് ആണ് വിജിലൻസ് അവയർനെസ് വീക്ക് ഇത് ആചരിക്കുന്നത്. ഈ പ്രാവശ്യം ഇത് ആരംഭിച്ചു. നമുക്ക് നോക്കാം ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസ്. 2025 ഒക്ടോബർ 27 വിജിലൻസ് അവയർനെസ് വീക്ക് ആരംഭിച്ചിട്ടുള്ളത്. ഒക്ടോബർ 27, 2025. ഈ പ്രാവശ്യത്തെ വിജിലൻസ് അവയർനെസ് വീക്കിന്റെ തീം ആണ് വിജിലൻസ് അവർ ഷെയർ റെസ്പോൺസിബിലിറ്റി. വിജിലൻസ് നമ്മുടെ പങ്കിട്ട ഉത്തരവാദിത്തം. 2025 വിജിലൻസ് അവയർനെസ് വീക്ക് ആരംഭിച്ചത് ഒക്ടോബർ 27. തീം ആണ് വിജിലൻസ് അവർ ഷെയർ റെസ്പോൺസിബിലിറ്റി. സാധാരണയായിട്ട് മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെ അണ്ടറിലായിരിക്കും. എന്നാൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ഈ ഒരു ഓഫീസ് ഒരു മിനിസ്ട്രിയുടെയും അണ്ടറിൽ വരുന്ന ഒന്നല്ല. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിജിലൻസ് വീക്ക് ആഘോഷിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ചുകൂടിയാണ്.
എല്ലാ വർഷം 31 ഒക്ടോബറിലാണ് ഭാരത് രത്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത്. ഇതേ ആഴ്ചയിൽ തന്നെയാണ് എല്ലാ വർഷവും വിജിലൻസ് അവയർനെസ് വീക്കും അത് ആചരിക്കുന്നത്. 27 ഒക്ടോബറിലാണ് ഒരാഴ്ചത്തെ വിജിലൻസ് അവയർനെസ് വീക്ക്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ മിനിസ്ട്രീസും അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആചരിക്കുന്ന ഒന്നാണ്. ഈ പ്രാവശ്യത്തെ തീം ആണ് വിജിലൻസ് അവർ ഷെയർ റെസ്പോൺസിബിലിറ്റി. HAL signs MOU with Russian firm to produce SJ-100 സിവിൽ എയർക്രാഫ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ SJ-100 സിവിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിനായി HAL റഷ്യൻ കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ അടുത്തൊരു കാൽവെപ്പ് എന്ന് പറയാൻ പറ്റും. റഷ്യ ആയിട്ടുള്ള ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. SJ-100 എന്ന ചെറിയ പാസഞ്ചേഴ്സ് വിമാനമാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റഷ്യയിലെ പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ ഇന്ത്യയിൽ SJ-100 എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ധാരണാപത്രമായിരുന്നു ഇത്. റഷ്യയിലെ PJSC UAC, അതായത് പബ്ലിക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ എന്ന കമ്പനിയുമായിട്ടുള്ള ഒരു ധാരണാപത്രമാണ്. ഇന്ത്യയിൽ HAL, അതുപോലെ തന്നെ റഷ്യയിലെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ആയിട്ടുള്ള ഒരു ധാരണാപത്രത്തിലാണ് SJ-100 എന്ന പാസഞ്ചർ വിമാനം ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. ഇതിലൂടെ തന്നെ ഇന്ത്യക്കുണ്ടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഉഡാൻ സ്കീം, കഴിഞ്ഞ ആഴ്ച ഉഡാൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഉദയ് ദേശ് കാ ആം നാഗരിക് എന്ന എയർക്രാഫ്റ്റിന്റെ നെറ്റ്വർക്ക്, ഏവിയേഷൻ മേഖലയിലെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്, അതിൻ്റെ 9ാമത്തെ വാർഷികം ആഘോഷിച്ച കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഉണ്ടായിരുന്നതിനെക്കുറിച്ച്. ഉഡാനിന്റെ ആദ്യത്തെ വിമാനം പറന്നിട്ടുള്ളത് ഷിംല ഡൽഹിയിലാണ്. 2017 പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയിലെ ഒരു പ്രധാനപ്പെട്ട ഏവിയേഷനുമായി ബന്ധപ്പെട്ട ഒന്നാണ് ഉഡാൻ സ്കീം. ഉഡാൻ സ്കീമിലേക്ക് വളരെ വലിയ വളർച്ചയാണ് ഇനി വരാൻ പോകുന്നത്, പ്രത്യേകിച്ച് SJ-100 വിമാനങ്ങൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പാസഞ്ചേഴ്സ് വിമാനം ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത്. HAL ഹെഡ് ഓഫീസ് ആണ് ബാംഗ്ലൂരു. On 2nd November 2025, IAF is set to host the Chakan IAF Marathon 2025. 2025 നവംബർ 2 IAF ഷക്കോൺ IAF മാരത്തോൺ 2025 ആദ്യത്തെ വഹിക്കും. ഇതും ഒരു ലേറ്റസ്റ്റ് വാർത്തയാണ്. 2025 നവംബർ 2 ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു മാരത്തോൺ ആരംഭിക്കുകയാണ്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 നവംബർ 2 ഇന്ത്യൻ എയർഫോഴ്സ് ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു മാരത്തോൺ ആണ് ഷക്കോൺ IAF മാരത്തോൺ 2025. ഇത് ഫ്ലൈയിങ് ഓഫീസർ നിർമ്മൽജിത്ത് ഷക്കോന്റെ പേരിലുള്ള 1971 വാർ ഹീറോ ആയിട്ടുള്ള ശ്രീനഗർ എന്ന വിമാനത്താവളത്തിനെ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുമ്പോൾ 6 വിമാനങ്ങളുമായി അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ എതിർക്കുകയും അവരുടെ ആ മിഷനെ പരാജയപ്പെടുത്തിയിട്ടുള്ള ഓഫീസർ ആയിരുന്നു ഫ്ലൈയിങ് ഓഫീസർ നിർമ്മൽജിത്ത് സിംഗ് ഷക്കോഡ്. അന്ന് ആ ഒരു യുദ്ധത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ധീരത അതനുസരിച്ചിട്ടുള്ള ഒന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ സംഘടിപ്പിക്കുന്ന ഷക്കോൺ IAF മാരത്തോൺ 2025. ഇന്ത്യ ഒട്ടാകെയുള്ള എല്ലാ എയർഫോഴ്സിലും ഇത്തരത്തിലുള്ള മാരത്തോൺ സംഘടിപ്പിക്കുന്നുണ്ട്. 3 ലെവലുള്ള മാരത്തോൺ ആണ്. ഒന്ന് ഹാഫ് മാരത്തോൺ 21.0975 കിലോമീറ്റേഴ്സ് ആണ് ഹാഫ് മാരത്തോൺ. മറ്റൊന്ന് 10 കിലോമീറ്റർ, മൂന്നാമത്തേത് 5 കിലോമീറ്റർ. അപ്പോൾ 3 ടൈപ്പ് മാരത്തോൺസ്, ഒന്ന് ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ മാരത്തോൺ, 5 കിലോമീറ്റർ മാരത്തോൺ എന്നീ ലെവലുള്ള 3 മാരത്തോൺസ് ആണ്. ഒരു ഫുൾ മാരത്തോണിന്റെ ഡിസ്റ്റൻസ് ആണ് 42.195 കിലോമീറ്റേഴ്സ്, അതായത് 26.2 മൈൽസ്. ഒരു ഹാഫ് മാരത്തോണിന്റെ ഡിസ്റ്റൻസ് ആണ് 21.0975 കിലോമീറ്റേഴ്സ്. നവംബർ 2 ഇതിന്റെ ആദ്യത്തെ മെയിൻ ഈവന്റ് ആയിട്ടുള്ള ഷക്കോൺ IAF മാരത്തോൺ 2025 തുടക്കം ഇത് ന്യൂഡൽഹിയിലുള്ള ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കുള്ളൂ. ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് പരംവീർ ചക്ര അത് മരണാനന്തരം ലഭിച്ചിട്ടുള്ളത്. അത് ഫ്ലൈയിങ് ഓഫീസർ നിർമ്മൽജിത്ത് സിംഗ് ഷക്കോൺ ആണ്, 1971 വാർ ഹീറോ. ലാൻഡൻ നോറിസ് വിൻസ് മെക്സിക്കോ GP ടേക്സ് F1 ചാമ്പ്യൻസ് ലീഡ്. ലാൻഡൻ നോറിസ് മെക്സിക്കോ GP വിജയിച്ചു, F1 ചാമ്പ്യൻഷിപ്പിൽ മുന്നിലെത്തി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ട് F1 ഫോർമുല റേസ് ആയി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ഗ്രാൻഡ് പ്രീ ആണ് മെക്സിക്കോ സിറ്റി ഗ്രാൻഡ് പ്രീ. 2025 മെക്സിക്കോ സിറ്റി ഗ്രാൻഡ് പ്രീ നേടിയിട്ടുള്ള ഡ്രൈവർ ആണ് ലാൻഡൻ നോറിസ്. ഇദ്ദേഹം മെക്ലാറൻ എന്ന റേസിംഗ് ക്ലബിന്റെ അംഗമാണ്. 2ാം സ്ഥാനത്ത് ചാൾസ് ലെക്രക്,
മൂന്നാം സ്ഥാനത്ത് മാക്സ് വെസ്റ്റാപ്പൻ ആണ്. ഈ പ്രാവശ്യത്തെ ചാമ്പ്യൻഷിപ്പ് പ്രതീക്ഷിച്ചിരുന്ന മാക്സ് വെസ്റ്റാപ്പനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ലാൻഡൻ നോറിസ് ടോട്ടൽ ചാമ്പ്യൻഷിപ്പിൽ പോയിന്റിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുള്ളത്. ലാൻഡൻ നോറിസിന് ഇപ്പോഴത്തെ നിലയിൽ 357 പോയിന്റ് ആയിട്ട് ഈ വർഷത്തെ ഫോർമുല 1 റേസിംഗിൽ ഏറ്റവും ടോപ്പ് ലെവലെത്തിയപ്പോൾ തൊട്ടുപുറകെ ഓസ്കാർ പിയാസ്ട്രി 356 പോയിന്റ്സ് ആണ്. മാക്സ് വെസ്റ്റാപ്പൻ 321 പോയിന്റ്സ് ആയിട്ട് മൂന്നാം സ്ഥാനത്താണ്. മാക്സ് വെസ്റ്റാപ്പൻ ആണ് ഈ പ്രാവശ്യം ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ USA ഗ്രാൻഡ് പ്രിയിൽ മാക്സ് വെസ്റ്റാപ്പൻ ആണ് വിജയിച്ചത്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെക്സിക്കോ ഗ്രാൻഡ് പ്രിയിൽ ഇപ്പോൾ വിജയിച്ചിട്ടുള്ളത് ലാൻഡൻ നോറിസ് ആണ്. ഇന്നിപ്പോൾ ഏറ്റവും ടോപ്പ് ലെവലിൽ. ഒരു വർഷം 2025 24 ഗ്രാൻഡ് പ്രി നടക്കുകയും അതുപോലെ തന്നെ 2026 24 ഗ്രാൻഡ് പ്രി ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഒരു വർഷം, അതായത് 24 ഗ്രാൻഡ് പ്രി. ഇതിൽ കേവലം ഇനി 4 ഗ്രാൻഡ് പ്രി മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഇത് കഴിയുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കും ആരായിരിക്കുള്ളൂ 2025 ഫോർമുല 1 ചാമ്പ്യൻ എന്നത്. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അതുമായി ബന്ധപ്പെട്ട് 25 പോയിന്റ്സ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.